ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയോ? ഇവിടെയുള്ള BJP-കാരാ. എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയൂ. എൻട്രി അല്ല എൻട്രി. ഫ്ലാഷ് ബാക്ക്. ഭീഷണിയാണോ? ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയൂ രാമദാസ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോട്ടെ, സ്നേഹയെ ഞങ്ങളെടുത്തു. സ്നേഹമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഞാനൊരു ബീഫ് ഫ്രൈയോ ബീഫ് ചില്ലിയോ ഓർഡർ ചെയ്ത്, സ്നേഹ ബീഫ് വേണ്ട, ബീഫ് താല്പര്യമില്ല, ഇത് ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ തമാശയ്ക്ക് ചോദിക്കാറുണ്ട്, ഓ ഇപ്പോൾ സംഖ്യ അല്ലേ, ഈ BJP അല്ലേ. അതൊരു കാഷ്വൽ സാധനമാണ്. അത് പറയുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്നവർക്കും ഒക്കെ അതെങ്ങനെയാണെന്ന് മനസ്സിലാവും. ചില സമയത്ത് ഈ സുഡാപ്പിയാണോ, ഈ കമ്മിയാണോ, ഈ കൊങ്ങിയാണോ, ഈ സംഖ്യയാണോ, അങ്ങനെ പറയൂടെ, അത് തമാശയാണ്. അനുമോള് ഫ്രണ്ടിൽ പ്ലേറ്റും കൊണ്ട് പോകുന്നുണ്ട്, ഷിയാസ് കരീം ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ മീഡിയ ഉള്ളപ്പോൾ തന്നെ ഷിയാസ് കരീം വെറുതെ മീഡിയന് മുന്നിൽ ഫണ്ണായിട്ട് ബീഫ് കഴിക്കാൻ. അപ്പൊ അനുമോള് വേണ്ട, ഡയറ്റ് ആണെന്ന് പറയുന്നു. ആഹാ, നീ BJP ആണോ എന്നുള്ളൊരു ചോദ്യം തിരിച്ച് ഷിയാസ് കരീം ചോദിക്കുന്നു. ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ റീൽ. ഇന്റെ മക്കളെ, ഈ ഒരു റീൽ വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പ്രെഡായി. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഏത് കുന്തെടുത്ത് നോക്കിയാലും ഇത് മാത്രമേ കാണാനുള്ളൂ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യ വരെ എത്തിയിട്ടുണ്ട്. ഏത് അടിപൊളി. ദിസ് ഈസ് ദ കേരള സ്റ്റോറി. ഇത് തന്നെയല്ലേ ഞങ്ങൾ സിനിമയിൽ കാണിച്ച ബീഫ് തിന്നാൻ വേണ്ടി നിർബന്ധിക്കുന്ന മുസ്ലിം ജിഹാദിയായ ഷിയാസ് കരീം. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയോ? ഇവിടെയുള്ള BJP-കാരാ. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത്, പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. എന്ത്, നീ BJP-യിൽ ജോയിൻ ചെയ്തോ? അതാണ് ബീഫ് കഴിക്കാത്ത. ഞങ്ങൾ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ഫണ്ണാണ്. പിന്നെ പന്നിയിറച്ചി ഇല്ലേ, വേവിക്കണം നന്നായിട്ട്, നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാകും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ. അപ്പോ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ നിന്ന് ഒരടി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല മാറ്റം. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ഇനി എന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും, ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാണ്, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും.